ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തിൽ കസ്റ്റംസ് പിടിച്ചെടുത്ത വാഹനത്തിന്റെ രേഖകൾ സമർപ്പിച്ച് നടൻ അമിത് ചക്കാലയ്ക്കൽ താൻ ആർക്കും ഇടനില നിന്നിട്ടില്ലെന്നും കൂടുതൽ രേഖകൾ ഹാജരാക്കാനാണ് എത്തിയതെന്നും അമിത് ചക്കാലയ്ക്കൽ പറഞ്ഞു. ഇന്ന് ചോദ്യം ചെയ്യലല്ല, എൻ്റെ വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സ് പഴയ 1999 രജിസ്ട്രേഷൻ്റെ സമയത്ത് ഡോക്യുമെൻറ്റ്സ് ഒക്കെ തരാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഇന്നിപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തന്നു. അപ്പോൾ കിട്ടിയ ഉടനെ ആ എക്സൈറ്റ്മെൻറ്റിൽ സാറിനൊന്ന് കാണിക്കാൻ വേണ്ടി വന്നാൽ അല്ല, എൻ്റെ വണ്ടിയുടെ ഡീറ്റെയിൽസ് അതുകൊണ്ടാണ് ഇപ്പോൾ കൊടുത്തിട്ട് തിരിച്ച് ചെയ്യാൻ പോകുന്നത്. കസ്റ്റംസ് ഒരിക്കലും അങ്ങനെയില്ല. കാര്യം അവരെന്നോട് ചോദിച്ച സമയത്ത് ഉള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞാണ്. അവരെല്ലാ അങ്ങനെയൊന്നും അവർ ചോദിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. ചുമ്മാ വെറുതെ പറയരുത്. എന്നോട് ഈ സമയത്ത് ഓരോ വണ്ടികളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് വരുമ്പോൾ കൊടുക്കാൻ പറഞ്ഞു. എൻ്റെ വണ്ടിയുടെ കിട്ടിയപ്പോൾ ഞാനിപ്പോൾ കൊടുക്കാൻ വന്നു. കേരളത്തിൽ നിന്ന് പിടികൂടിയ ഫസ്റ്റ് ഓണർ വാഹനം മലയാളിയുടേതെന്ന് കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. അസം സ്വദേശിയുടെ പേരിൽ ലാൻഡ് ക്രൂസർ രജിസ്റ്റർ ചെയ്തത് വ്യാജ മേൽവിലാസത്തിലുമാണ്. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. നിതിൻ, ഓപ്പറേഷൻ ദംഖോർ അത് തുടരുകയാണ് കസ്റ്റംസ്. നിലവിൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? കൂടുതൽ ആളുകൾ ഇതിന് പിന്നിലുണ്ട് എന്നാണോ? ഇപ്പോൾ ഈ ലാൻഡ് ക്രൂസർ അതിന്റെ ഫസ്റ്റ് ഓണർ മലയാളിയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അയാളെ കണ്ടെത്തിയിട്ടില്ല. ആരാണെന്നുള്ള തിരച്ചിൽ ഇപ്പോഴും നടക്കുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെരച്ചിലുകളും റെയ്ഡുകളും ഒക്കെ ഇനിയും ഉണ്ടാകും. അത്തരം വിവരങ്ങൾ കസ്റ്റംസ് നൽകുന്നുണ്ടോ? പ്രജിൻ, കഴിഞ്ഞ 3 ദിവസമായി നടത്തിയ പരിശോധനയിൽ 38 വാഹനങ്ങളാണ് കസ്റ്റംസ് പിടികൂടിയത്. ഇനിയും 100-ലേറെ വാഹനങ്ങൾ കണ്ടെത്താനുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോഴും നടന്നു വരികയാണ്. പല വാഹനങ്ങളും നിരീക്ഷണത്തിലുണ്ട്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം കുണ്ടന്നൂരിൽ വെച്ച് ഫസ്റ്റ് ഓണർ വാഹനം കേരളത്തിൽ ആദ്യമായി പിടികൂടിയത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നിലവിൽ നടന്നു വരികയാണ്. അസം സ്വദേശിയുടെ പേരിൽ അരുണാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത വാഹനത്തിന്റെ ഉടമ മലയാളിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് രേഖകളടക്കം ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. അതേസമയം മാഹിൻ അൻസാരി എന്ന മൂവാറ്റുപുഴ സ്വദേശി, ഇയാളാണ് അസം സ്വദേശിയുടെ വ്യാജ മേൽവിലാസത്തിൽ ഈ വാഹനം ഇവിടെ എത്തിച്ചത്. മാഹിൻ അൻസാരിക്ക് ഈ ഇടനിലക്കാരുമായി ബന്ധമുണ്ടോ, എങ്ങനെയാണ് കേരളത്തിലേക്ക് ഈ വാഹനം കൊണ്ടെത്തിച്ചത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു അന്വേഷണമാണ് പ്രധാനമായി കസ്റ്റംസ് നടന്നു വരുന്നത്. അതോടൊപ്പം തന്നെ മാഹിൻ അൻസാരിയുടെ ഈ വാഹനവുമായി ബന്ധപ്പെട്ട ഇടപാടുകാരുമായുള്ള ബന്ധം ഏത് നിലയിലാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിച്ച് വരുന്നുണ്ട്. എന്തായാലും ശക്തമായ അന്വേഷണം മുന്നോട്ട് പോകുന്നു. വൈകാതെ തന്നെ മാഹിൻ അൻസാരിക്ക് ഇതുമായി ബന്ധപ്പെട്ട് രേഖകൾ ഹാജരാക്കാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വൈകാതെ തന്നെ ഒരു തുടർ നടപടി കസ്റ്റംസ് നോക്കുന്നുണ്ട്. കാരണം ഭൂട്ടാനിൽ നിന്ന് കേരളത്തിൽ എത്തിച്ച വാഹനം എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണവും അതോടൊപ്പം തന്നെ പരിശോധന ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്വാഭാവികമായിട്ടും ആ നിലയിലുള്ള രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് പോകും. അതോടൊപ്പം തന്നെ കുണ്ടന്നൂരിലെ ഈ വർക്ക്ഷോപ്പ് ഉടമയും നിറം മാറ്റാനാണ് ഈ വാഹനം ഇവിടെ എത്തിച്ചെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 24 നൽകിയ പ്രതികരണത്തിൽ അവർ വ്യക്തമാക്കിയത് ഈ കഴിഞ്ഞ 12-ാം തീയതിയാണ് വാഹനം പത്തനംതിട്ടയിൽ നിന്ന് കൊണ്ടുവന്ന വാഹനം എന്ന നിലയിൽ അവിടെ എത്തിച്ചത്. അതിനുശേഷം നിറം മാറ്റാൻ ആവശ്യപ്പെട്ടു. അതേസമയം തന്നെ മാഹിൻ അൻസാരി തനിക്ക് അറിയില്ല, പക്ഷേ ഒരു നിറം മാറ്റാനായി സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് വർക്ക്ഷോപ്പ് ഉടമ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ കസ്റ്റംസിന്റെ പരിശോധന നടക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കി തുടർന്നാണ് മാഹിൻ അൻസാരി ഇതുമായി ബന്ധപ്പെട്ട വാഹനം വേഗത്തിൽ തന്നെ ഈ ഒരു നിറം മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ സംസ്ഥാനത്തെ എല്ലാ ചെക്ക് പോസ്റ്റുകളിലും കസ്റ്റംസ് കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ ഉഗ്ഗോറിന്റെ ഭാഗമായി പിടിക്കപ്പെടുമെന്ന സാധ്യതയുള്ള വാഹനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അതിർത്തി കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ നമ്പർ അടക്കം ഇപ്പോൾ കസ്റ്റംസ് ചെക്ക് പോസ്റ്റുകൾ കൈമാറി അതുമായി ബന്ധപ്പെട്ട് കർശന ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പരിശോധന ശക്തമാക്കാനും ചെക്ക് പോസ്റ്റുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി, നിതിൻ അംബുജനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.